ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നവീൻ, ഗാഥ നവീന് ചേരില്ല. നമ്മുടെ തറവാടിനും ചേരൂല. നമ്മളെ ഒന്നിക്കണ്ടേ. എനിക്ക് നവീനെ വിട്ടുപിരിയാൻ പറ്റില്ല. ഇന്നുവരെ ഗാഥയോടൊന്നിച്ച് യാത്ര ചെയ്തപ്പോഴും അയാളെ തൊട്ടപ്പോഴൊന്നും ഇല്ലാത്തൊരു ഫീല് ഇന്നുണ്ടായി. എന്തായിരിക്കും അതിന്റെ കാരണം? ബൂസ്റ്റ്. നീ എന്താ ഈ വേഷത്തില്? ഈ വേഷം നവീന് ഇഷ്ടമല്ലേ? വേഷം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വേഷം കെട്ടൽ എനിക്ക് ഇഷ്ടമല്ല. നവീന് ഇത് ഇഷ്ടാവൂന്ന് കരുതി എത്ര കഷ്ടപ്പെട്ട ഞാനിത് സംഘടിപ്പിച്ചെന്നറിയോ? എന്നിട്ടൊരു നല്ല വാക്കെങ്കിലും പറഞ്ഞൂടെ? ശരി, നന്നായിട്ടുണ്ട്. വയ്ക്കോ. എന്താ? ഞാനിവിടെ നിന്നോളാം. എന്തിന്? നവീൻ, ഗാഥ നവീന് ചേരില്ല. നമ്മുടെ തറവാടിനും ചേരൂല. നമ്മളെ ഒന്നിക്കണ്ടേ. എനിക്ക് നവീനെ വിട്ടുപിരിയാൻ പറ്റില്ല. ഇനി എന്താ? നിന്നെ കയറി പിടിച്ചെന്നും പറഞ്ഞ് പുതിയ എന്തെങ്കിലും നാടകം കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അച്ഛനമ്മയും മോളും കൂടി ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? നവീൻ പറയുന്നതൊന്ന്. നിന്നോടല്ലേ പറഞ്ഞ ഇറങ്ങി പോവാൻ. നവീൻ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് പോകാനല്ലേ പറഞ്ഞത്? പോകാൻ. എന്താ പ്രശ്നം? എന്താ നവീൻ? എല്ലാരും കണ്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിൽ അണിയിച്ചൊരുക്കി വിട്ടിരിക്കുക അവളുടെ അമ്മ. അല്പെങ്കിലും ബോധം വേണ്ടേ അച്ഛനമ്മയ്ക്ക് മോൾക്കും? മോള് പാമ്പിനെ പിടിച്ച പഴയ കഥ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ ഒന്നിനെ അവൾ എന്റെ മുറിയിൽ കയറിയത്. അന്ന് ഗസ്റ്റ് ഹൗസിൽ ഗാഥ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇതോടെ നിർത്തിക്കോണം. ഇനി ഞാൻ നിൽക്കുന്നിടത്തേക്കോ എന്റെ മുറിയിലേക്കോ വന്ന ഞാൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാന്ന് പറയാൻ പറ്റില്ല. എന്താ നിർമ്മല ഇതൊക്കെ? നീയാണോ ഇവളെ ഈ കോലം കെട്ടിച്ചത്? നവീന് ബൂസ്റ്റുകളൊക്കെ എടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ ചോദിച്ചില്ലേ? അപ്പോ എന്നോട് ബഹളം വെച്ചിട്ടല്ലേ അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്? അത് ഇതിനായിരുന്നോ? നിർമ്മലേ, നവീൻ പറഞ്ഞു കേട്ടല്ലോ, നീയോ നിന്റെ ഭർത്താവോ മകളോ അവനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിന്റെ മകളുടെ വിവാഹം നടത്തിയേ പറ്റൂ എന്നുള്ള വാശിയിലല്ലേ? അവൾക്ക് പറ്റിയൊരു പയ്യനെ നമുക്ക് കണ്ടെത്താം. എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുകയും ചെയ്യാം. എല്ലാം ചെയ്യാം, നേരെ ചൊവ്വേ നടക്കുമെങ്കിലും. അല്ലെങ്കിലേ പിടിച്ചു പുറത്താക്കി നട അടയ്ക്കാനും എനിക്കറിയാം.
മനസ്സില്? അയാളെ കണ്ടതും കൂടെ നടന്നതും ഒക്കെ എന്റെ മനസ്സിൽ നിന്ന് എന്താ പോവാത്തെ? വേണ്ട, അങ്ങനെ ഒരു ആലോചന ഒന്നും എനിക്ക് ശരിയാവില്ല. അമ്മയുടെ ചികിത്സയല്ലാതെ വേറെ ഒന്നും ഞാൻ ആലോചിച്ചൂടാ. എന്റെ ദേവി, എന്നെ പരീക്ഷിക്കല്ലേ. ആ മുഖം എന്റെ മനസ്സിൽ നിന്നൊന്ന് മായ്ച്ചു കളയണേ. അയ്യോ ഈശ്വര, ഈ അലാറം എന്താ അടിക്കാത്തെ? അമ്മയ്ക്ക് മരുന്ന് കൊടുക്കാനുള്ള സമയമായി. അമ്മേ, അമ്മേ, അമ്മ എഴുന്നേക്കമ്മേ, എഴുന്നേക്കമ്മേ, ഇതാ മരുന്ന് കഴിക്കാൻ സമയമായി. അമ്മേ എഴുന്നേക്കമ്മേ, അമ്മേ, അമ്മേ. അമ്മേ, നിങ്ങള് ഇവരുടെ ആരാ? ഞാൻ അയൽപക്കത്തുള്ളതാ. അല്പം ക്രിട്ടിക്കൽ സിറ്റുവേഷനാ. ഇവർക്ക് വേണ്ടപ്പെട്ടവരോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താൻ പറയും. സർ, ഇവരുടെ മോള് കൃഷ്ണ കുറച്ച് ദൂരെ. നിർബന്ധമായും അറിയിച്ച് വിളിച്ചു വരുത്തണം. ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ മുൻപേ ഞാൻ അവരെ ധരിപ്പിച്ചിട്ടുള്ളതാ. എന്തായാലും ട്രീറ്റ്മെന്റ് നടക്കട്ടെ. നിങ്ങൾ എന്തായാലും അവരോട് വേഗം വരാൻ പറയും. ശരി സർ. ഹലോ, ഞാൻ ഉണ്ണിമായ. കൃഷ്ണൻ അമ്മയ്ക്ക് തീരെ വയ്യാതായി.